ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞു വാശി പിടിച്ച് അവിടെ കിടക്കുക. അഭിയും ജാനകിയും കയ്യെ കാലെ പിടിച്ചു പറഞ്ഞു അച്ഛൻ ഇതിനുള്ളൊന്നും സമയമായിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നത് അനുസരിച്ച്. പക്ഷേ സൂര്യക്കാണെങ്കിൽ ഒന്നും കേൾക്കണ്ട, തനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള വാശി തന്നെയാണ് അദ്ദേഹത്തിന്. താൻ തീരുമാനിച്ച് നടക്കും എന്നും. അപ്പോൾ നിങ്ങൾ എന്നെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, ഞാൻ ഈ ബെഡിൽ കിടന്ന് മരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്നൊക്കെ അദ്ദേഹം പറയും കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത്, എനിക്ക് നിങ്ങളെ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ഇവരോട് വഴക്കുണ്ടാക്കുക. അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ഇനി ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ലെന്നായി അദ്ദേഹം. എത്രയും പെട്ടെന്ന് എത്രയും വേഗം നിങ്ങളുടെ ഭാരം ഞാൻ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇവരെ വെല്ലുവിളിക്കുക. അതൊക്കെ കേട്ടപ്പോൾ ഇവരാകെ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അച്ഛൻ താൻ പിടിച്ച മയിലിന് 3 കൊമ്പെന്നുള്ള അതേ ഇതിലിങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ, അല്ലെങ്കിൽ എന്നെ ഇവിടെ തന്നെ കിടന്ന് ഹോമിക്കാൻ നിങ്ങൾ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരാകെ തളർന്ന് താരിപ്പണമായി പോയിട്ടോ. എന്നിട്ട് ഇവരെ നേരെ ഇറങ്ങിപ്പോയി റൂമിൽ നിന്ന്. അവരെ ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം സൂര്യ. ഇപ്പോൾ പ്രതിഷേധം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ അപർണയാട്ടോ. അപർണ അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ജാനകി പറഞ്ഞതിനെ പറ്റി ആലോചിക്കുക. അന്ന് ഫുഡ് മേടിച്ച സമയത്ത് അപർണയുടെ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അപർണ ഇരുന്ന് ആലോചിക്കുക. ആ സമയത്താണ് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വരുന്നത്. അമൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അപർണ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തിപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ എന്ന് പറഞ്ഞു. മറ്റുള്ളവരെ പരിഹസിച്ച് സന്തോഷം നേടുന്നവളല്ലേ നീ? നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്കൊരു വിഷയം വന്നപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് അമലോട് ചോദിച്ചു. ഇതുപോലെ തന്നെ എല്ലാവരുടെ കാര്യമൊന്നും പറഞ്ഞു. നീ ഫുഡ് ഓർഡർ ചെയ്ത കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അത് നീ ചെയ്ത തെറ്റല്ലേ എന്ന് അപർണ ചോദിക്കുമ്പോൾ പറയാൻ എനിക്ക് മനസ്സിലായിരുന്നടി, അല്ലെങ്കിൽ തന്നെ നിന്നോട് ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് കിച്ചൺ കുളമാക്കിയവളല്ലേ നീ? എന്നിട്ട് നീ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി ചമഞ്ഞ് നിന്നില്ലേ എന്ന് ചോദിച്ചു. നിന്റെ വീട്ടുകാർ വരുന്നത് കൊണ്ടല്ല ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തത്. ഇവിടെ ആര് വന്നാലും ഞങ്ങൾക്ക് അവർ ഗസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു. നീയും ജാനകിയും ചേർന്ന് എന്നെ അപമാനിച്ചതാണെന്ന് എനിക്കറിയാം, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അപർണ പറയുമ്പോൾ നിന്റെ കാര്യത്തിന് ഇനി എന്താടി പുതുമയുള്ളതെന്ന് ചോദിച്ചു അമൽ. നീ ഇവിടെ വന്നത് മുതൽ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വല്ല പുതുമയുണ്ടോ? നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നല്ലതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ട്? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നിരഞ്ജന ചെയ്തതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അത്രയും സമാധാനം കിട്ടും. ഒട്ടും വൈകാതെ സ്ഥലം വിടാൻ നോക്കിക്കോളാൻ പറഞ്ഞു അമൽ. അവിടെ അപർണ തോറ്റു. അതും പറഞ്ഞ് അപർണ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു സെർവൻറ്റിനെ വരുത്താൻ പോവുകയാണെന്ന് അമലിനോട് പറഞ്ഞു. നിന്റെ സെർവൻറ്റ് വന്നാൽ നിന്റെ കൂടെ ഇരിക്കും, ഒരായി നീ തന്നെ ശമ്പളം കൊടുത്ത് നിന്റെ കൂടെ അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു. ഇവിടുത്തെ കിച്ചണിൽ അവർ കയറില്ല എന്ന് നമ്മുടെ അമൽ പറയുക കേട്ടോ. പിന്നെ ഈ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും? ഇപ്പം തന്നെ ഇട്ടുമുഷിഞ്ഞ ഡ്രസ്സുകൾ കുന്നുകൂടി കിടക്കുകയാണെന്നും നീ പോയി അലക്കിയിടാനും പറഞ്ഞു. ഒരുത്തിയെ കൊണ്ടുവന്ന് നിന്റെ കൂടെ നിർത്തി ഈ വീട് കുട്ടിച്ചോറാക്കാനല്ലേ നിന്റെ ശ്രമമൊക്കെ എന്നും അമൽ അപർണയോട് ചോദിക്കുക. അത് നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളെന്നും പറഞ്ഞു. ഞാനൊരു സെർവൻറ്റിനെ വെക്കും, അവർ നോക്കിക്കോളും വീട്ടുപണികൾ, പറഞ്ഞു മനസ്സിലായോടിയെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോയി. അമൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഭാര്യയ്ക്ക് വില തരാത്തവനെന്നും പറഞ്ഞ് നിൽക്കുന്നു. ഇവൻ ഈ ജന്മം ഞാൻ അടുപ്പിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അപർണ പറയുക. ഏതാണ്ട് വലിയ ആനയാണ് ചേനയാണെന്നുള്ള രീതിയിലാണ് അപർണയുടെ നിപ്പ്. തോറ്റു കൊടുക്കുന്നത് സമ്മതിക്കാനായിട്ട് പുള്ളിക്കാരിക്ക് അങ്ങ് പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും അതുപോലെ അബിയും കൂടെ ചേർന്ന് വക്കീലിനെ വിളിച്ചു വരുത്തി. അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് വക്കീലിന് ഇങ്ങനെ ഇറങ്ങി വരുമോ. അപ്പോൾ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു സക്കീർ ഭായ് ഡിസ്ചാർജിനെ പറ്റിയെന്ന് ജാനകി ചോദിച്ചപ്പോൾ സൂര്യ സാറ് ഒരു തീരുമാനം എടുത്താൽ അത് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? അതും അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് തൻ്റെ ശരീരം വീട്ടിലെത്തിക്കണമെന്നുള്ള നിലപാടിലാണ് സൂര്യ സാർ ഉള്ളതെന്നുള്ള കാര്യം സക്കീർ ഭായ് ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ നീ പറഞ്ഞതല്ലേ സക്കീർ ഭായ് പറഞ്ഞ അച്ഛൻ കേൾക്കുമെന്ന്. എന്നിട്ട് ഇപ്പം എന്തായി? സക്കീർ ഭായിയെ കൊണ്ട് പറയിപ്പിച്ചാലും തൻ്റെ നിലപാടിൽ നിന്നും മാറില്ല എന്ന് എനിക്ക് 100% അറിയായിരുന്നു എന്ന് അബി പറയുക. അച്ഛൻ എന്തു പറയുന്നു അതുതന്നെയാണ് സക്കീർ ഭായിക്കും വേദവാക്യമെന്നുള്ള കാര്യവും പറയുക. അത് കേട്ടപ്പോൾ അബി അതുകൊണ്ട് തന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്താൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം വന്നാൽ പിന്നെ ഇവിടെ കിടത്തിയിട്ടും യാതൊരു മാറ്റവും അച്ഛനുണ്ടാകാൻ പോകുന്നില്ല എന്നും പറയുമ്പോൾ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണമെന്ന് ഞാൻ എഴുതി കൊടുത്താൽ മാത്രമേ ഡോക്ടർ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ നീക്കുകയുള്ളൂ എന്നുള്ള കാര്യം സക്കീർ ഭായ് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി ചികിത്സ തുടങ്ങുന്നത് കൊണ്ട് സൂര്യസാറിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്തവർ അബിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നുള്ള മുന്നറിയിപ്പുകളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും സക്കീർ ഭായ് പറയുക. ഞാൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഞാനായിട്ട് ഒരു ദോഷവും ഉണ്ടാക്കില്ലെന്നാണ് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യവും
വക്കീൽ ഇങ്ങനെ ഇവരോട് പറയാം, 3 മാസം കൂടി ട്രീറ്റ്മെൻറ്റ് തുടർന്നിരുന്നെങ്കിൽ അച്ഛൻ വീൽ ചെയറിലെങ്കിലും ഇരിക്കാമായിരുന്നു എന്നും ജാനകി പറയും ആ സമയത്ത്. എന്തിനാ ഈ വാശിയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറുടെ സേവനം നമുക്ക് വീട്ടിലുണ്ടാകും അഭി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണെന്നുള്ള കാര്യം അഭിയോട് വക്കീൽ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ ആലോചിക്കാൻ എന്താ ഉള്ളത്? വാശി പിടിച്ച് ഇവിടെ കിടന്ന് മരിക്കാൻ തയ്യാറായി കിടക്കല്ലേ അച്ഛൻ, ഇനി ഏതായാലും അതിനനുവദിക്കാൻ പറ്റത്തില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് നമ്മുടെ അഭി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം വക്കീൽ ജാനകിയോട് പറയുവാണ്, ജാനകി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മരിക്കാനല്ല ജീവിക്കാനാണ് നമ്മുടെ സൂര്യ സാറ് നോക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു വക്കീൽ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലച്ചു കോളേജിൽ പോകാൻ ഇറങ്ങി വന്ന് നിൽക്കുക. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു ഇതിനിട്ട് പിഴിയാൻ വേണ്ടിയിട്ട്. അവളൊരു ചിരിയും ചിരിച്ച് വന്നിങ്ങനെ നിൽക്കുക. നീ എന്താടി ഇവിടെ വന്ന് നിൽക്കുന്നേ? ഓ ഡ്രൈവർ വന്നില്ല അല്ലേ, ഇന്ന് ഒന്ന് അല്പനേരം ക്ഷമിക്കുക, ഡ്രൈവർ ഇപ്പോൾ വരുവേ എന്നും പറഞ്ഞുകൊണ്ട് പാവത്തിന് അവിടെ ഇട്ട് പിഴിയുക കേട്ടോ. നിൻ്റെയൊക്കെ ഒരു യോഗം, സമ്മതിക്കണ വെടി. റിസോർട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നടന്ന പെണ്ണാ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് തന്ത ഏതോ ഗുണ്ടയ്ക്ക് കച്ചവടം ഉറപ്പിച്ചതാ. അവളാ ഇപ്പം സെക്യൂരിറ്റിയോടെ കോച്ചിങ് സെൻറ്ററിലേക്കൊക്കെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നതെന്നും പറഞ്ഞ് ഇതിനായിട്ട് കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഇത് പോകരുത്, അതിന് വേണ്ടിയിട്ട്. വെറും കൂലി ഡ്രൈവർ അല്ല നിന്നെ കൊണ്ട് നടക്കുന്നത്, വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ സിഇഒയാ. അപ്പോൾ ലച്ചു പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അമലൊന്നും കാണാതെ നിന്നെയും കൊണ്ട് നടക്കില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവടി, നീയും അതിനൊപ്പം സഹകരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപർണയിടത്തി അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്താടി കുഴപ്പം, നിനക്കെന്തൊരു വേദനിക്കുവോ? ഹൈശോടീ, അത്ര ലോലം മനസ്സല്ലേ നിൻ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവത്തിനെ ഇട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴല്ലേ നീ അഭിയെയും ജാനകിയെയും കണ്ടത്, അതിനു മുൻപ് നിന്റെ തന്തയുടെ കൂടെ ആയിരുന്നില്ലേടി നീ? അന്ന് അയാൾ നിന്നെ വെച്ച് കാശുണ്ടാക്കിയില്ലെന്ന് എന്ത് തെളിവാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് പോലും അപമാനമായ രീതിയിൽ ഈ അപർണ എന്ന് പറയുന്ന മൂദേവി സംസാരിക്കുക. അപ്പോൾ റിസോർട്ടിലെ താമസക്കാർ വരുമ്പോൾ നിന്നെ അയാൾ അവിടെ കൊണ്ടുവിട്ടിട്ട് പോകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളടിയെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ലച്ചു കരയുക. അമലിൻ്റെ കൂടെ ചുറ്റി അടിച്ചിട്ട് നാണമുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ പോലും വരത്തില്ലല്ലോടി, നിനക്കതിൽ ഒരു സങ്കോചം പോലും ഇല്ലല്ലോടി എന്നൊക്കെ പറഞ്ഞ് ഇതിനെങ്ങനെ അപമാനിക്കുന്നു. എന്തിനു സങ്കോചിക്കണം? ഒന്നും കാണാതെ അല്ല ജാനകി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഇവള് കിടന്നങ്ങ് കാട് കയറുന്നതും കേട്ടുകൊണ്ടാണ് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്കാണെങ്കിൽ ഇനി നഷ്ടപ്പെടാൻ എന്താടി ഉള്ളത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവൾക്ക് നേടാനേ ഉള്ളൂ, ഇവളത് നേടുകയും ചെയ്യുമെന്ന് നമ്മുടെ അമൽ അന്നേരം ഇവൾക്ക് ഒന്ന് മറുപടിയും കൊടുത്തു. അതത് ഈ അപർണ മൂദേവിക്ക്. ലച്ചു ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കാം. അന്നും നീ ഇങ്ങനെ വിഷവും ചീറ്റ് നടക്കത്തേ ഉള്ളടി. അപ്പം നീ എന്തിനാടി കണ്ണു നിറച്ച് നിൽക്കുന്നത്? വരാൻ പറഞ്ഞ് ലച്ചുവിനെ നമ്മുടെ അമല് വിളിക്കുക. ഇന്ന് നിന്റെ അമ്മയെയും പെരുവയറുള്ള ആ മുത്തശ്ശിയെയും എന്ത് ഭക്ഷിക്കുമെന്ന് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അപർണയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോണില്ല എന്നും പറഞ്ഞു. അന്നേരം അതോർത്തും നീ വിഷമിക്കേണ്ട കാര്യമില്ല, അവരുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞു നമ്മുടെ അമൽ ഇവളെ വെല്ലുവിളിക്കുക. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം തന്നെ വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നു. ഓട്ടോയിൽ നിന്നൊരു ചേച്ചി ഇറങ്ങി വരുന്നു. അന്നേരം നമ്മുടെ അമൽ പറഞ്ഞു, ഞാൻ ഏർപ്പാടാക്കിയ പുതിയ സെർവൻ്റ് വരുന്നതെന്നും പറഞ്ഞ് അമൽ കാണിച്ചു കൊടുക്കുക. ഇവള് ഞെട്ടി. അപർണയുടെ നെഞ്ചിനിട്ട് തന്നെയാണ് പിച്ചാത്തി കുത്തി ഇറക്കിയത് അമലെ. അന്നേരം ഈ അപർണയെന്ന് പറയുന്നവൾ നമ്മുടെ ലച്ചുവിനെ തുറച്ചു നോക്കുന്നത്. ആ ചേച്ചി ഓട്ടോ കാശും കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിങ്ങനെ ഇവരുടെ അടുത്ത് നിൽക്കുക. അപർണ ഇങ്ങനെ നിലത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു, ഏജൻസിയിൽ നിന്ന് അയച്ചതാ എന്നെയെന്ന് നമ്മുടെ ചേച്ചി പറയുക. അമൽ സാർ ആരാന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അപർണ ഇങ്ങനെ നോക്കുക. എന്താ നിൻ്റെ പേര്? അപ്പോൾ മഞ്ജു എന്നാണെന്ന് പേരും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ലെഫ്റ്റ് സൈഡിലാ കിച്ചണെന്ന് നമ്മുടെ അമൽ പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. ചേച്ചി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവൾ അടിപിടി നോക്കുക. കാരണം വന്നിരിക്കുന്ന നല്ലൊരു സുന്ദരി ചേച്ചിയാണ്. ഇവരെ കൂടി പറഞ്ഞു വിട്ടാലേ പിന്നെ ഈ വീട്ടിലൊരു സെർവൻറ്റ് വരുമെന്ന് നീ കരുതണ്ടെന്നും ലച്ചു ആണെന്നും പറഞ്ഞ അമൽ ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അപർണയ്ക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങ് പോയി. അപർണ കൊലിപ്പിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി പോവുക. അപർണ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാം, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഫോൺ വിളിക്കുക കേട്ടോ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാവരെയും പരിചയപ്പെട്ടിട്ടില്ല, ഞാൻ പരിചയപ്പെട്ടോളാം എന്നും പറഞ്ഞിങ്ങനെ ചേച്ചി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാട്ടോ അപർണ വലിയ ചിരിയും ചിരിച്ച് വരുന്നത്. എന്നാൽ ശരി വെക്കട്ടെ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. മഞ്ജു വന്ന് കയറിയപ്പോൾ മുതലേ ഫോണിലാണല്ലോ, ആരോടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടെ എന്ന് ചോദിക്കുമ്പം ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഏജൻസി വഴിയാണല്ലേ വന്നത്? അപ്പം അതെ.
ആ ഈ ജോലിക്ക് ഇറങ്ങിയിട്ട് എത്ര കാലമായി എന്നൊക്കെ അപർണ ചോദിക്കുമ്പം ഭർത്താവ് മരിച്ചതിന് ശേഷമാ കുടുംബം നോക്കാൻ വീട്ടുപണിക്ക് ഇറങ്ങിയതെന്ന് മഞ്ജു പറഞ്ഞു. അത് കേട്ടപ്പോൾ മഞ്ജുവിന് ഈ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും വിവരമൊക്കെ അറിയാവോന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്നാ അറിയണം. മഞ്ജു അവിടെ വെച്ച് കണ്ടിരുന്ന ആളില്ലേ, അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് അമൽ. എൻ്റെ പേര് അപർണ. ഞങ്ങളുടെ കമ്പനിയുടെ CEO അമൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ നേരത്തെ കണ്ട ആ പെണ്ണില്ലേ, ഈ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് കയറുന്ന ചേച്ചി ക്ലാസ് എടുത്ത് കൊടുക്കുക. വീട്ടിലുള്ള എല്ലാവരെയും പറ്റി നെഗറ്റീവ് അടിച്ചിട്ട് ഇവളെ പറ്റി മാത്രം ഇവൾ നല്ലത് പറയുവാണ്. അങ്ങനെ എല്ലാവരെ പറ്റിയും ഒരു ധാരണ ആദ്യം അങ്ങ് ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. ബാക്കിയുള്ള എല്ലാവരും പിശാചുക്കളാണ്, പ്രശ്നക്കാരാണ്, ഇവൾ മാത്രം ദേവതയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വീട്ടിൽ അമൽ സാർ മാത്രം മകനായിട്ടുള്ളോ? അയ്യോ അല്ല, അമ്മയ്ക്ക് ഒരു മോൻ കൂടിയുണ്ട്. ഒരു കേസില്ലാത്ത വക്കീല, അജയ് എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ്, അജയുടെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എങ്ങും തൊടാത്ത ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞ്, ഒരു സ്വപ്നജീവിയാണെന്നും പറഞ്ഞ്, അങ്ങനെ എല്ലാം പറയാം. ആർക്കും ഒരു ശല്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ ഇവരെയൊക്കെ കൂടാതെ ഈ വീടിന് ഭാരമായിട്ട് നിൽക്കുന്ന വേറെ 2 പേരും കൂടി ഉണ്ട് എന്ന് ഇവള് പറയുവാണേ. പിന്നെ കല്യാണത്തിന് മുൻപ് ഇവിടുത്തെ അച്ഛനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു. അവരിലുണ്ടായ ഒരു മകനും അയാളുടെ ഭാര്യയും ഇവിടെ ഉണ്ടെന്നും പറഞ്ഞെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുക. അവരിവിടെ കഴിച്ചു തൂങ്ങി കിടപ്പാണെന്നും അവർക്ക് ചെറിയൊരു കൊച്ചു ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചേച്ചി ഒരു ധാരണയിലെത്തിയെന്നാണ് ഇവള് വിചാരിക്കുന്നത്. അപ്പം അച്ഛൻ എപ്പോൾ കണ്ണടച്ചാലും 3 വീടിന് പുറത്താ. അയാളുടെ ഭാര്യ ഒരു അനാഥയാണ്, അയാളെ കണ്ണും കയ്യും കാണിച്ച് കൂടിയതാണെന്നൊക്കെ പറഞ്ഞു. അവരാ മരിക്കാൻ കിടക്കുന്ന തന്തയ്ക്ക് കാവലിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞങ്ങ് കൊടുത്തു. മഞ്ജു ഇതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പടനിലത്ത് വിശ്വനാഥൻ തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞ് ചേച്ചി നിൽക്കുക. അതെ, അതെൻ്റെ അച്ഛനാ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി ചിരിച്ചോണ്ട് തന്നെ നിൽക്കുക. ഞാനേ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് കയറേണ്ടവളല്ല, എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം വിവാഹം എന്നൊക്കെ പറയുന്നതേ ഒരു തലവിധിയല്ലേ എന്ന് മഞ്ജു അന്നേരം ചോദിച്ചു. വിധിച്ചതേ നടക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ അന്നേ, നമ്മൾ വിചാരിക്കാതെ നമ്മുടെ വിധി ആർക്കും മാറ്റി എഴുതാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ചേച്ചിയുടെ മുന്നിൽ നിന്ന് അങ്ങ് കയറി സംസാരിക്കുകയാണ്. പിന്നെ മഞ്ജു എൻ്റെ ആളായിട്ട് ഇവിടെ പിന്നെ നിന്നെ ഞാനൊരു സെർവൻ്റായിട്ട് ഇവിടെ കാണത്തില്ല കേട്ടോ. നീ എന്നെ പേര് തന്നെ വിളിച്ചോ. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞു. എന്തു പറയുന്നു? അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ജീവിച്ചു പോകാൻ വന്നവളല്ലേ, അപ്പോൾ എനിക്ക് ജീവിച്ചു പോയാൽ മതിയെന്ന് മഞ്ജു പറയുക. മുൻപൊരു സെർവൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു, എന്തോ എനിക്ക് അവരോട് തീരെ താല്പര്യം തോന്നിയില്ല. അപ്പം തന്നെ ഞാൻ അവരെ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്കിവിടെ പണിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നാ മഞ്ജു ചേച്ചി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആളായിട്ട് കൂടിക്കോ, അതിൻ്റെ ഗുണം മഞ്ജുവിന് എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ചിരിച്ചു. ഇരട്ടി ശമ്പളമാണ് കിട്ടാൻ പോകുന്നത്, എന്താ എന്ന് ചോദിച്ചപ്പം ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നാൽ ശരി, കിച്ചൻ്റെ ഭരണം ഏറ്റെടുത്തോ. ആ പെണ്ണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ ഇതെന്നതാ ഇതെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു നിൽക്കുക. എന്തൊരു ജന്മമായതെന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ പൊന്നു അങ്ങോട്ടേക്ക് വന്നു. പൊന്നു അങ്ങോട്ടേക്ക് വന്നു. എന്താടിയെന്ന് ചോദിച്ചാൽ എൻ്റെ കവളത്തൊരു തള്ളും തള്ളിയേച്ച് ഇവളങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മുടെ മഞ്ജു കണ്ടു. മഞ്ജു അന്നേരം പൊന്നുവിനെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് നേരെ പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിൻ്റെ അടുത്തിരുന്നു. മോളുസേ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പൊന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആൻറ്റി ആരാണെന്ന് ചോദിച്ചേ. ഇനി ഞാനാ ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്ന് ഇങ്ങനെ മഞ്ജു പറയുക. എന്താ മോളുടെ പേരെന്ന് പൊന്നു എന്ന് പേര് പറഞ്ഞു. മോളിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളോ? ഞാനേ കുറച്ച് നേരമായി എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞു. എന്നാൽ മോള് വാ, ആൻറ്റി ചായ തരാമല്ലോ എന്നും പറഞ്ഞു പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് മഞ്ജു അങ്ങ് പോവുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ പ്രഭാവതിയും അമ്മയും കൂടെ അവിടെ ഇരിക്കുക. അപ്പോൾ അമ്മൽ പുതിയ സെർവൻറ്റിനെ കൊണ്ടുവന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുക. അപ്പോൾ പ്രഭ അവളെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. ഏതോ ഏജൻസി വഴി അമൽ കൊണ്ടുവന്നതാണെന്നും എത്രക്കാരിയാണെന്ന് ദൈവം തമ്പുരാനെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. മുത്തശ്ശി വൃത്തിയും എടുപ്പൊക്കെ ഉണ്ടോ ആവോ, എന്തായാലും ഞാൻ ചെന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ നളിനി പോയതിന് ശേഷം കുറച്ച് ദിവസം ഇവിടെ കിടന്ന് അനുഭവിച്ചതൊന്നും എന്താ അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അന്നേരം പ്രഭാവതി കിട്ടിയതൊന്നും പോരെ, ഇന്നത്തെ കാലത്ത് ആരും ആരുടെയും വായിലിരിക്കുന്നൊന്നും കേൾക്കാൻ നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അവളെ ഓടിച്ചുവിടാൻ പോവുകയാണെന്ന്. പിന്നെ കണ്ടതെന്താണേലും ഞാൻ പറയും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പം അതൊക്കെ അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയോ, മറ്റാരോടും ആലോചിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപർണ അങ്ങോട്ടേക്ക് വരിക. ശരി, ഞാൻ വിളിച്ചോളാമെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്ന് അപർണ ചോദിക്കുമ്പം എന്നും ചോദിച്ചുകൊണ്ട് 2 ഓളുമാരും കൂടി ചാടി അങ്ങ് എഴുന്നേറ്റു. ഡിസ്ചാർജ് ചെയ്തെന്നോ? അതെങ്ങനെ നടക്കും?
ഇങ്ങനൊരവസ്ഥയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുന്ന സൂര്യയെ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാനാ എന്ന് അമ്മ ചോദിക്കാം. വെറുതെ ഓരോന്നങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടാണ് ഇപ്പം ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അപർണ ചോദിക്കുക. അപ്പം നിന്നോടിപ്പോൾ ഇതാരാ പറഞ്ഞ്? ആരായാലെന്താ? ഇവിടെ ആരോടും ഒരു വാക്ക് പോലും പറയാതെ അച്ഛനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തെന്ന കാര്യം അപർണ പറയാം. ഇങ്ങോട്ട് ആംബുലൻസിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവളുമാർ പിരുകോൻ ചുളിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയം അഭിക്കും ജാനകിക്കും ഹോസ്പിറ്റലിൽ കഴിച്ചുകൂട്ടി മടുത്ത് കാണും. ഉടൻ മരിക്കുമെന്ന് കരുതിയല്ലേ അവർ കാത്തിരുന്നത്. വീട്ടിലെത്തിച്ച പെട്ടെന്ന് കാര്യം അങ്ങ് നടക്കുമല്ലോ. അത് തന്നെയായി ഈ കളിക്ക് പിന്നിലെന്നും പറഞ്ഞുകൊണ്ട് ഈ അപർണ അതും കുത്തിത്തിരികെ കൊടുക്കുക. അപ്പോൾ ഇവളുമാർ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. സ്നേഹം നടിച്ച് കൂടെ നിന്നവർ തന്നെയാ ഇപ്പം മരിച്ചു കിട്ടാനും തിടുക്കം കാണിക്കുന്നതെന്നും പറഞ്ഞ് അപർണ കാസേറി കയറുക കേട്ടോ. ഇതൊക്കെ കേട്ട് മുത്തശ്ശിയും അമ്മോളും കൂടെ ഇങ്ങനെ നിൽക്കുക. അച്ഛൻ മരിച്ചാൽ വിൽപത്ര പ്രകാരം ഈ വീടങ്ങ് സ്വന്തം ആകുമല്ലോ, അതിനു വേണ്ടി കളിക്കുന്ന കളിയാണെന്നും പറഞ്ഞൊക്കെ പറയുന്നു അപർണ. അവർ നിർബന്ധിച്ച് ഈ ഒരു ഡിസ്ചാർജ് വാങ്ങിച്ചതാണെന്നും അല്ലാതെ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകാൻ പറഞ്ഞതല്ലെന്നും അവരെതിർപ്പ് കാണിച്ചെന്നാൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരമെന്നും പറഞ്ഞിങ്ങനെ പറയാം. അവളും അവനും കൂടി മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നും പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നുണയേഷണി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ അപർണ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ എന്നാലും ഇവനും കൂടി എന്തിനുള്ള പുറപ്പാടാണെന്ന് ചോദിച്ചു. ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾ കാരണമാണെന്ന് മുത്തശ്ശിക്കും അമ്മയ്ക്കും കൂടെ അച്ഛൻ്റെ കൂടെ ആശുപത്രി നിന്നൂടായിരുന്നു എന്ന് ചോദിച്ചു ഈ അപർണ. അപ്പോൾ രണ്ട് തലക്കിലും കൂടുക. ഞാൻ ഈ വയസ്സാം കാലത്ത് എങ്ങനെ നിൽക്കും? കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടിയെന്ന് ചോദിക്കുന്നു മുത്തശ്ശി. അപ്പം എന്നാൽ പിന്നെ മിണ്ടാതിരുന്നോണം, അവർ ചെയ്യുന്നതൊക്കെ കണ്ട് വായടച്ചങ്ങ് കയറി ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അച്ഛമ്മേ അതേ അച്ചാച്ചൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൊന്നു ഓടി ചെല്ലുക. അപ്പം എങ്ങനെയാ വന്നത്? അച്ചാച്ചനെ എടുത്തോണ്ടാ വന്നതെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ പൊന്നു പറയാം. ഹോസ്പിറ്റലിൽ ഉള്ളവരാ അച്ചാച്ചനെ കൊണ്ടുവന്നതെന്നൊക്കെ പൊന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കൊച്ച്. അപ്പോൾ കുഞ്ഞങ്ങ് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ അപർണ നിങ്ങൾ കണ്ടോ ആശുപത്രിയിൽ കിടന്ന് അതേ കിടപ്പോൾ അച്ഛൻ വീട്ടിലും കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇവരെ എരിവ് കയറ്റി കൊടുക്കുക. അല്ല ഇത്രയും സ്നേഹം കാണിക്കുന്ന മുത്തശ്ശി മോൻ വന്നിട്ട് എന്താ കാണാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ കൊച്ചിനെ അങ്ങനെ ചെയ്തു, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിന്ന് പറയുമ്പോഴാണ് അപർണ ഈ ചോദ്യം ചോദിക്കുന്നത്. മുത്തശ്ശി സൈഡിലേക്ക് തലയും ചരിച്ച് ഇങ്ങനെ നിൽക്കുക. മരുമകൾ അങ്ങ് പോകുകയും ചെയ്തു. കൊച്ചുമരുമകൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി നീ ചെന്ന് അവനെ ഒന്ന് കാണുന്നില്ലേന്ന് ചോദിച്ചു. പ്രഭാവതി ഒന്നേരം മോന്തയും വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് അങ്ങ് കിടത്തി ഇങ്ങനെ പുതപ്പിച്ചൊക്കെ കിടത്തുക ജാനകി. എന്നിട്ട് അച്ഛൻ്റെ പിടിവാശി തന്നെ ഒടുവിൽ ജയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് പിടിവാശി ഒന്നും അല്ല മോളെ, എനിക്ക് ഈ കിടക്കയിൽ നിന്ന് മോചനം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഉണ്ടായ പല മാറ്റങ്ങളും സൂര്യ പലരോടും പറയാതെയാണ് വെച്ചിരിക്കുന്നത്. മരണവും കാത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് എൻ്റെ വീട്ടിൽ വന്ന് എനിക്കിങ്ങനെ കിടക്കാൻ കഴിയുന്നതെന്ന് അച്ഛൻ ഇങ്ങനെ പറയാം. അച്ഛൻ അത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അച്ഛൻ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്നും അതാണിപ്പോൾ അച്ഛൻ പ്രതീക്ഷകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയം അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയോ. അപ്പോഴേക്കും പൊന്നുകുട്ടി ഓടി വന്നു. അപ്പോൾ അച്ഛാന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ മോളേന്ന് വിളിച്ച് അച്ഛനും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെ മോളിന്ന് ചേർത്ത് പിടിക്കാൻ പോലും അച്ഛന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛന് പെട്ടെന്ന് സുഖമാകും, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു പൊന്നു ഇങ്ങനെ പറഞ്ഞു. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു കേട്ടോ എന്ന് പറഞ്ഞു. അതല്ലേ അച്ചാച്ചൻ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ പൊന്നുവിൻ്റെ അച്ചാച്ചനെ ഇനി ഒന്നും പറ്റില്ല കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ പൊന്നു ഇങ്ങനെ സൂര്യയോട് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.